നമ്മൾ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് നിലവാര തകർച്ച കൊണ്ടാണോ? ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്ത് തന്നെ മുൻപന്തിയിലാണ്. സംസ്ഥാനത്ത് 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലായി ഏകദേശം 36 മുതൽ 38 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. കേരളത്തിലെ സ്കൂൾ എൻറോൾമെന്റ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളെയാണ് ആശ്രയിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ ഏകദേശം 11.5 മുതൽ 12 ലക്ഷം വരെയുള്ള കുട്ടികൾ പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളുകളിലാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിലാണ്. ഏകദേശം 22 മുതൽ 23 ലക്ഷം വരെ. ഏകദേശം 3.5 മുതൽ 4.5 ലക്ഷം വരെയുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് CBSE സ്കൂളുകളിൽ പഠിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ആകെ വിദ്യാർത്ഥികളുടെ 80 മുതൽ 82% വരെ ആളുകളും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലാണ് പഠിക്കുന്നത്. പാഠേതര മികവിന്റെ മത്സരങ്ങളുടെ കാര്യം എടുത്താൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്നും മുന്നിൽ നിൽക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവമായ കേരള സ്കൂൾ കലോത്സവം, സംസ്ഥാന ശാസ്ത്രോത്സവം, കായികമേള എന്നിവയിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 1ാം സ്ഥാനങ്ങളും പൂർണ്ണ ആധിപത്യവും നേടുന്നത്. അതേസമയം ചില രക്ഷിതാക്കൾ CBSE സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. നീറ്റ്, JEE, CUET തുടങ്ങിയ ദേശീയതല എൻട്രൻസ് പരീക്ഷകൾ NCERT സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. CBSE സ്കൂളുകൾ ഹൈസ്കൂൾ തലത്തിൽ തന്നെ ഇതിന് കൂടുതൽ മുൻഗണന നൽകുന്നു. ഇംഗ്ലീഷ് ഭാഷ ആശയവിനിമയത്തിൽ ലഭിക്കുന്ന ആത്മവിശ്വാസവും മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശത്തേക്കോ ജോലി സംബന്ധമായി മാറുമ്പോൾ സ്കൂൾ മാറ്റാനുള്ള എളുപ്പവും രക്ഷിതാക്കൾ കണക്കിലെടുക്കുന്നു. ചുരുക്കത്തിൽ സംസ്ഥാന സിലബസ് വ്യക്തിത്വ വികസനത്തിനും ആക്ടിവിറ്റി അധിഷ്ഠിത പഠനത്തിനും കലോത്സവ മികവിനും ഊന്നൽ നൽകുമ്പോൾ CBSE സിലബസ് ദേശീയ മത്സര പരീക്ഷകളെ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഒരു കുട്ടിയുടെ ഭാവി ലക്ഷ്യങ്ങളും അഭിരുചികളും കണക്കിലെടുത്ത് ഏത് സ്കൂളും സിലബസുമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് തികച്ചും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.